ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. പിന്നെ ഞാൻ വന്നിട്ടുള്ള റമളാൻ ഡേ 1ൻ്റെ ഒരു വ്ളോഗും കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അങ്ങനെന്താ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു റൊമാലി റൊട്ടിയിൽ ഉണ്ടാക്കുന്ന ഷവർമാണ്. അതിന് വേണ്ടിയിട്ട് ചിക്കന് നമുക്ക് മസാല തേച്ച് വെക്കാം. അതിന് വേണ്ടിയിട്ട് ഉപ്പും പെപ്പർ പൗഡറും മാത്രം മതി, വേറെ എക്സ്ട്രാ മസാല ഒന്നും ഇടണ്ട. ഇനിയിപ്പോൾ നമുക്ക് റൊമാലി റൊട്ടി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് മൈദയും ആട്ടി എടുക്കാം കേട്ടോ, രണ്ടും എടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് വെള്ളം കൊണ്ടല്ല കേട്ടോ ഈ മാവ് കുഴക്കേണ്ടത്, ഇളം ചൂടുള്ള പാൽ കൊണ്ടാണ് കേട്ടോ ഈ മാവ് കുഴക്കേണ്ടത്. ഇങ്ങനെ ആവശ്യത്തിനുള്ള പാല് ചേർത്തിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇതാക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കുക, പാൽ എന്തായാലും ഇളം ചൂട് വേണം കേട്ടോ. അങ്ങനെ നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആകുന്നവരെ കുഴച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ഇത് കുഴച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ സ്പ്രേ ചെയ്തിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു 1 ഹവറെങ്കിലും വെക്കണം കേട്ടോ. ഇതിപ്പോൾ നോമ്പ് തുറക്കുമ്പോഴുള്ള തരിക്കഞ്ഞാണ് കേട്ടോ റെഡിയാക്കുന്നത്. ഇതാ നമ്മൾ നേരത്തെ മസാല ഒക്കെ തേച്ച് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതാ നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ച് ആ റൊമാലി റൊട്ടീൻ്റെ ഡോ ഇല്ലേ, അതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കാം കേട്ടോ. എന്നിട്ട് അതിന് ശേഷം അതിൻ്റെ മുകളിലും കുറച്ച് ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതെന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡോ ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് നമ്മളിത് പരത്തിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടും ഒപ്പരാണ് കേട്ടോ പരത്തിയിരിക്കുന്നത്. ഒന്ന് പരത്തിയിരിക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മൈദ ഉണ്ടല്ലോ, മൈദപ്പൊടി ചുറ്റിലിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഓയിലും ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് രണ്ടാമത്തേത് വെക്കുക. എന്നിട്ട് രണ്ടും ഒപ്പരം പരത്തിയെടുക്കാൻ കേട്ടോ വേണ്ടിയത്. പൊടി മറന്നു പോകരുത് കേട്ടോ. എന്തായാലും മൈദപ്പൊടിയും ഓയിലിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അത് ഒട്ടി പിടിച്ചു പോകും. അപ്പോൾ ഇങ്ങനെ വീഡിയോയിലുള്ള പോലെ അതിൻ്റെ ചുറ്റിലും ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ മൈദപ്പൊടിയും ഓയിലും സ്പ്രേ ചെയ്ത ഭാഗമില്ലേ, അത് മറ്റേ പരത്തി വെച്ചതിൻ്റെ ഉള്ളിലാവുന്ന രീതിയിൽ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നിങ്ങളെടുക്കുന്ന ഫ്രൈ പാനിൻ്റെ അളവനുസരിച്ച് പരത്തിയെടുക്കുക കേട്ടോ. അങ്ങനെ അതിപ്പോൾ പരത്തിയെടുക്കാമെന്ന്. നമുക്കിത് ചുട്ടെടുക്കുമ്പോൾ അതേപോലെ തന്നെ ഗ്യാസിൻ്റെ ഫ്ലെയിം എപ്പോഴും സിമ്മാക്കി വെക്കുക. അധികം ഗ്യാസ് കൂട്ടിയിട്ട് ഇത് ചുട്ടെടുക്കരുത് കേട്ടോ. എപ്പോഴും ഗ്യാസിൻ്റെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമ്മൾ ചുട്ടെടുക്കാം. പിന്നെ അതുപോലെ തന്നെ വേഗം മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഒരു ഭാഗം ഒന്ന് ഇട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് അപ്പം തന്നെ അത് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. കൂടുതൽ ടൈം വെക്കരുത്. ഇനി ചൂടോടൊക്കെ തന്നെ നമുക്ക് ഇങ്ങനെ എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്കുള്ള ഷവർമയിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കാം.
ഇത് പിന്നെ ഉമ്മൻ്റെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. നമ്മുടെ പഴം കോഴിമുട്ടൊക്കെ വെച്ചിട്ടുള്ളത് പഴം കേക്കാണ് കേട്ടോ. അത് ഉമ്മ അവിടെ റെഡിയാക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമുക്ക് ഈ ഷവർമേൻ്റെ ഫില്ലിങ് ഇതാ ഞാനെടുത്തിട്ടത് കക്കിരിയും ടൊമാറ്റോ പിന്നെ ലെറ്റ്യൂസുമാണ്. ഇത് നമ്മൾ നേരത്തെ ഫ്രൈ വെച്ച ചിക്കനില്ലേ അതും, പിന്നെ കക്കിരിയും തക്കാളി എടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളത്തെ അത് വേണ്ട കേട്ടോ, അത് ഒഴിവാക്കണം. അല്ലെങ്കിൽ നല്ല അവസാനം നമ്മൾ മയണൈസ് പൊഴിച്ച് കഴിഞ്ഞാൽ നല്ല ലൂസായിപ്പോവും, അതാണ് അത് ഒഴിവാക്കാൻ പറയുന്നത്. പിന്നെ അത് ആവശ്യത്തിനുള്ള മയണൈസാണ് കേട്ടോ വേണ്ടത്. അങ്ങനെ ഞാനിപ്പോൾ ഇതാ മയോണൈസ് ഒഴിച്ചു കൊടുക്കാമെന്ന് അതിലേക്ക്. നിങ്ങളുടെ ആവശ്യത്തിനുള്ളത് മയോണൈസ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഞാനിതിലേക്ക് പെപ്പർ പൗഡറും പിന്നെ ആവശ്യത്തിനുള്ള സോൾട്ടും ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഷവർമേൻ്റെ ഫില്ലിങ്ങും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ അത്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനിതാ നമ്മൾ ആദ്യം ഇതിൻ്റെ മുകളിൽ കുറച്ച് മയോണൈസ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഈ ഫില്ലിങ് വെച്ചിട്ട് മടക്കിയെടുക്കാം കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ ഓരോന്നായിട്ട് മടക്കി. അങ്ങനെ ഇതാ എല്ലാം മടക്കി കഴിഞ്ഞിട്ടാണ് നമ്മൾ. നല്ല ടേസ്റ്റാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതേ ടൈം തന്നെ നമ്മുടെ പഴം കേക്ക് അവിടെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. ഇനി ഇതാ നമ്മളൊരു പാൻ അടുപ്പത്ത് വെക്കുക. എന്നിട്ട് അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ്. ഇതിൻ്റെ റുമാലി റൊട്ടി ഉണ്ടല്ലോ, അത് നമുക്ക് വേണമെങ്കിൽ കറിയിലൊക്കെ കൂടെ കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാൻ. നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ മിൻറ്റ് ലൈമിൻ്റെ റെസിപ്പി ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. വേണമെങ്കിൽ അത് കയറി ചെക്ക് ചെയ്തോളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ഒരു വ്ളോഗായിട്ട് കാണാം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ.